പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു ഞായറാഴ്ച പകൽക്കാലം കൂടി കർത്തസന്ധ്യയിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്ത കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബമായി ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ ഒരു മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച പകൽക്കാലം കൂടി കർത്തസന്ധ്യയിൽ ആയിരിക്കാൻ കുടുംബമായിട്ട് ഞങ്ങളെ സഹായിച്ചു. നിങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷകരമായി കർത്താവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ദൈവം നമുക്ക് ഒരു ദിവസക്കാലം കൂടി ദാനമായി നൽകി. ഇത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, നമ്മുടെ ആരുടെയും മിടുക്കൊണ്ടല്ല, ദൈവത്തിന്റെ മഹാകരുണയാലാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാലും, നമ്മുടെ ഓരോ സഹോദരന്മാരിൽ നോക്കിയാലും, അവരുടെ ഈ ഒരു ആഴ്ചയുടെ മധ്യത്തിൽ അനേക പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളിലൂടെയൊക്കെയും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ കടന്നുപോയി. എന്നാൽ നമ്മളെ ദൈവം പരിപാലിച്ച് സൂക്ഷിച്ചു. അത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ മഹാകരുണയാണ്. ആ ദൈവത്തെ തുടർന്ന് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്, സ്തുതിക്കാൻ പോവുകയാണ്. ദൈവം നമ്മൾക്ക് നൽകി തന്ന ഓരോ നന്മകളെയും ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ പോവുകയാണ്. നമ്മൾക്ക് ദൈവം ചെയ്ത നന്മകൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എന്നാൽ നമ്മൾക്ക് നമ്മുടെ പരിമിതിയിൽ നിന്ന് നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടുകൂടി നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. എണ്ണമില്ല നന്മകളിൽ ചൊരിയും വൻ കൃപകൾ ഓർക്കുമ്പോൾ എന്ന മനോഹരമായ ഗാനം നമ്മൾ തുടർന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും ദൈവനാമത്തിൽ സ്നേഹിച്ചു. ജീവ
സ്തുതിക്കാതിരുന്നിടും എന്റെ നാമ ചൊല്ലിടുവനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവനാ ഓർക്കുമ്പോ കൺകൾ നിറയും എന്റെ പ്രിയനേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവനാ കാൽവരിയ സ്നേഹമോർക്കുമ്പോ കൺകൾ നിറയും എന്റെ പ്രിയനേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവനാ നിന്റെ സ്നേഹമോർക്കുമോ കൃപകളോർക്കുമോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമോ ത്യാഗമോർക്കുമോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും നിന്റെ സ്നേഹമോർക്കുമോ കൃപകളോർക്കുമോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ എന്നിൽ ചൊരിയും മന്തയെ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവനാ നന്മകളെന്നിൽ ചൊരിയും മന്തയെ ഒന്നുമില്ലപ്പാ നാമ ചൊല്ലിടുവനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാമ ചൊല്ലിടുവനാ സ്നേഹമോർക്കുമോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും കരുണയോർക്കുമോ ഓർക്കുമോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും സ്നേഹമോർക്കുമോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ
ദൈവം സ്നേഹിച്ച സ്നേഹമോർക്കുമ്പോൾ, കർത്താവ് ചൊരിഞ്ഞ കൃപകളെ ഓർക്കുമ്പോൾ, ദാനങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ദൈവത്തെ സ്തോത്രം ചെയ്യാതിരിക്കും? തിരുവഴുത്തിൽ ഇങ്ങനെ കാണുന്നു, പറഞ്ഞു തീരാത്ത നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. ഓരോ ദിവസവും കർത്താവ് നമ്മളെ വഴി നടത്തിയ വിധങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി എപ്പോഴും നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. നന്ദി നിറഞ്ഞ ഹൃദയം ദൈവവും ഭാഗ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ദൈവം ചെയ്ത നന്മകളെ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിലൂടെ, കർത്താവ് ആരെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ നമ്മുടെ കർത്താവിനെ നാം മഹത്വപ്പെടുത്തുന്നവരായി ഈ ഭൂമിയിൽ നമ്മളായിരിക്കണം. ഒരു ഞായറാഴ്ച കൂടെ ദൈവം നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യമൊരുക്കി. ഈ സെപ്റ്റംബർ മാസം ഈ പ്രഥമ ഞായറാഴ്ച പല ഭവനങ്ങളിലാണെങ്കിലും നമുക്ക് ഒരുമിച്ച് വിശുദ്ധ സഭായോഗത്തോട് ബന്ധപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ഭാഗ്യം നമുക്ക് ദൈവം നൽകി. കഴിഞ്ഞ മാസങ്ങൾ മുഴുവൻ ദൈവം നമ്മളെ പരിപാലിച്ചു, ദൈവം നമ്മളെ വഴി നടത്തി, നമുക്ക് വേണ്ട വചസ്സുകൾ നൽകി, ശക്തി നൽകി, ഭക്ഷിപ്പാൻ പാനം ചെയ്യുവാൻ, അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ നന്മകളൊക്കെ നൽകി ദൈവം നമ്മളെ നടത്തുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. തുടർന്നൊരു പാട്ട് കൂടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമാരാധ്യനെ എന്നുള്ള, ആരാധ്യനെ സമാരാധ്യനെ എന്നുള്ള പാട്ട് ചേർന്ന് പാടുകയാണ്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ആരാധന ഗീതമാണത്. വിശുദ്ധ സഭായോഗങ്ങളിൽ പലവരും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ പാട്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരാധ്യനെ സമാരാധ്യനെ. ആമേൻ. ജീസസ് ലോർഡ്. സമാരാധനേ ആരിലും ഉന്നതനായവനേ
ഉയർന്ന പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, പരിശുദ്ധൻ എന്ന നാമമുള്ള ദൈവത്തെ, ഹല്ലേലൂയ, ആരാധിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. ഒരിക്കലും ഈ ദൈവത്തെ നമുക്കറിവില്ലായിരുന്നു. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തതിനെ ആരാധിച്ച ഒരു പൂർവ്വകാലം നമുക്കുണ്ടായി. എന്നാൽ ദൈവം തന്റെ കരുണയാൽ തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി. ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക്, ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ള വെളിപ്പാടുകളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഉയർന്ന നിലവാരത്തിലേക്ക് വീണ്ടും ജനനത്താൽ ദൈവം നമ്മളെ ഉയർത്തി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നാം അറിയുന്ന അനുഭവിക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നമുക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ മറ്റുള്ളവരെ മുമ്പാകെ പറയാൻ കഴിയും, ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് വിശ്വസ്തനാണ്, അവൻ നല്ലവനാണ്, ഒരു നാൾ കൈവിടാത്തവനാണ്, ഉപേക്ഷിക്കാത്തവനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്.
ഓരോ ദിവസവും ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തും. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ മുമ്പാകെ നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പുരോഹിത വർഗമാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയും രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടിയും, രക്ഷിക്കപ്പെട്ടവർ ദൈവകൃപയിൽ വളരുവാനും രക്ഷിക്കപ്പെടാത്തവർ രക്ഷയിലേക്ക് നയിക്കപ്പെടുവാനും വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ലോകത്തിലെ ചിതറിപ്പാർക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. കോടാനുകൂടി വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്ത് നമ്മൾ ഒരു നിമിഷം ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും നമ്മുടെ തലകളെ മടക്കി കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുന്ന സമയം കർത്താവിൻ്റെ ദാസ്യ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതിൻ്റെ നടുവിൽ നിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകി വരും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ വിശുദ്ധ പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിനങ്ങളും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചല്ലോ, സൂക്ഷിച്ചല്ലോ. അവിടത്തേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിൽ തരുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവര് കർത്താവെ, ഞങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവര് എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം പകരണമേ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവരെല്ലാം കർത്താവ് പരിപാലിച്ചല്ലോ. അവരുടെ ജോലിയില്, യാത്രകളില് എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവെ, നിന്റെ മക്കളെല്ലാം വഴി നടത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് കൂടുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവമേ, ഞങ്ങൾ ആത്മാവിൽ ഒന്നായി കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ ആരാധിപ്പാൻ എല്ലാം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന ദയക്കായി സ്തോത്രം ചെയ്യുന്ന നാഥനെ, എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. നീ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളോട് ചേർന്ന് നിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നല്ലോ. അവരുടെ വിഷയങ്ങളെല്ലാം കർത്താവെ നീ അറിയുന്നല്ലോ നാഥനെ. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ എല്ലാ വിഷയങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥനെ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, ഹല്ലേലൂയ, ലോകവ്യാപകമായി ചിതറിക്കെടുക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ദൈവകരങ്ങളിൽ തരുന്നു. അവരെല്ലാം നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ വിവിധ പരിശോധനകളിലൂടെ കടന്നു പോകുന്ന അവിടുത്തെ ജനത്തെ എല്ലാം അങ്ങ് സഹായിക്കണമേ കർത്താവെ. അങ്ങ് അവരോട് കൂടെ ഇരുന്ന നിന്റെ മക്കളെല്ലാം വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം തിരുവചനം സംസാരിപ്പാൻ അവിടുത്തെ ദാസിനെ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാം പരിശുദ്ധാത്മാവ് കൃത്യമായി സംസാരിക്കണമേ. അതിനായി അവിടുത്തെ ദാസിനെ അങ്ങ് ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുത്ത് ആത്മാവിൽ ബലപ്പെടുത്തി ഹല്ലേലൂയ, വളരെ അഭിഷേകത്തിന്റെ നിറവിൽ തിരുവചനം സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവ് പിന്നെ ഈ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് നൽകിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ഹൃദ്യമായി നമ്മളുമായിട്ട് സംസാരിക്കും, നമ്മളോട് ഇടപെടും. വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധയോടെ ദൈവവചന കേൾവിക്കായി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. പുനരാഗമിക്കുവാൻ പോകുന്ന മാറ്റമില്ലാത്ത നിസ്തുല്യനായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബഹുമാനീയരായ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് പാൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താനും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാനും ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ദൈവത്തിന്റെ പരിപാലനം പല നിലകളിൽ
അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവം നല്ലവനെന്ന് വീണ്ടും വീണ്ടും രുചിച്ചറിയുവാൻ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 1992 മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 3-ാം വർഷം വേദവിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എൻ്റെ ജൂനിയറായി പഠിക്കുന്ന ബ്രദർ ജെയിംസ് PC-യുടെ ക്ഷണപ്രകാരം സമ്മർ വെക്കേഷനായി കർണാടക സ്റ്റേറ്റിൽ, വിശിഷ്യ ദക്ഷിണ കർണാടകയിൽ മർദാളം എന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. ഇന്ന് മണക്കാലയിൽ പഠിപ്പിക്കുന്ന KM മാത്യു സാറ് അന്ന് ആ ടീമിലുണ്ടായിരുന്നു. അമേരിക്കയിലായിരിക്കുന്ന ജോൺസൺ ജോർജ്, ബാംഗ്ലൂരിലായിരിക്കുന്ന സ്റ്റീഫൻ, ഞാൻ ഉൾപ്പെടെയുള്ള ടീമാണ് അവിടെ കടന്നുപോയി പ്രവർത്തിക്കുവാനിടയായത്. ദക്ഷിണ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് പോയി പ്രവർത്തിക്കുവാനുള്ള അവസരം നൽകി. അതിനുശേഷം 1993 മണക്കാലയിൽ നിന്ന് ഗ്രാജുവേഷൻ സ്വീകരിച്ചതിന് ശേഷം ആത്മനിയോഗം പ്രാപിച്ച് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ആത്മനിയോഗത്താൽ ബ്രദർ ജെയിംസ് PC-യുടെ ക്ഷണപ്രകാരവും ദക്ഷിണ കർണാടകയിലേക്ക് കടന്നു പോകുവാനിടയായിട്ട് അംബ്രയിൽ ചാക്കോ എന്ന പെന്തക്കോസ് ലോകത്തിൽ പ്രസിദ്ധനായ ദൈവ മനുഷ്യന്റെ മക്കളും കൊച്ചുമക്കളും പാർക്കുന്ന ആ ദേശത്ത് കടന്നു ചെല്ലുകയും അവർ മുഖാന്തരമായി ദൈവം ആരംഭിച്ച ആ പ്രവർത്തനത്തിന്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുവാനിടയായിട്ടു. അങ്ങനെ ആ പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ എന്നെയും പിന്നീട് എൻ്റെ കുടുംബത്തെയും വളരെ സ്നേഹിക്കുകയും ഞങ്ങളുടെ ആത്മീക പ്രവർത്തനങ്ങൾക്ക് വളരെ കൈത്താങ്ങൽ നൽകുകയും ചെയ്ത ദൈവമക്കളിൽ ഒരു വ്യക്തിയാണ് ബ്രദർ ജെയിംസ് PC-യുടെ സഹധർമ്മിണിയായിരുന്ന കർത്താവിൻ്റെ ദാസി സൂസൻ ജെയിംസ്. കഴിഞ്ഞ ദിവസം ആ പ്രിയപ്പെട്ടവൾ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ അടുക്കൽ ചേർക്കപ്പെട്ടു, മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ഇന്നലെയായിരുന്നു തൻ്റെ ഫ്യൂണറൽ സർവീസ്. ആ ശുശ്രൂഷകളിൽ ലൈവിലൂടെ അറ്റൻഡ് ചെയ്യാൻ എനിക്കും സാധിച്ചു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ അയവിറക്കുവാൻ ദൈവം കൃപ നൽകി. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ഏകദേശം 4 മാസത്തോളം ആ ഭവനത്തിലാണ് ഞാൻ പാർത്തത്. ആഴ്ചയിൽ 3.5 ദിവസം ആ ഭവനത്തിൽ പാർക്കുകയും അങ്ങനെ എനിക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നൽകി സ്വന്തം ഒരു സഹോദരിയെ പോലെ ആ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ സഹോദരിമാരെ പോലെ ആ ഭവനത്തിലെ പിതാവും മാതാവ് അവരെല്ലാം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അവരെല്ലാവരും ആ കുടുംബത്തിലെ പ്രിയ കുഞ്ഞമ്മച്ചി എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ എൻ്റെ സഹശുശ്രൂഷകയായി ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയും പാർക്കുകയും ചെയ്യും. അവരെല്ലാവരും ഓർക്കുകയാണ്. ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ പ്രോത്സാഹനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ എൻ്റെ ആത്മീക സ്നേഹിതനായ ജെയിംസ് PC-യെയും തൻ്റെ മകൾ ബ്ലസ്സിമോളെയും ഓർക്കുന്നു. അവർക്ക് ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടായത്. അനേക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവം ആ കുടുംബത്തെ തുടർന്നും ധൈര്യത്തോടെ ബലത്തോടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാനായിട്ട് ദൈവം ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് നിയോഗമുള്ളത് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളിൽ നിന്നാണ് നിങ്ങളുമായി
പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എബ്രായ ലേഖനം 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളാണ് വായിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത്. ദൈവവചനം വായിക്കുന്നവരും കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഒരേപോലെ അനുഗ്രഹിക്കപ്പെടും. സത്യ തിരുവെഴുത്തുകളാണ് ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഒരേപോലെ ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തോടുകൂടെ നടക്കുവാനും നമുക്ക് പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ സത്യ തിരുവെഴുത്തുകളുടെ ധ്യാനം ആത്മീക പരിപോഷണത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നിസ്തർക്കമായ ഒരു സംഗതിയാണ്. ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ വളരെ ഗഹനമേറിയ ആത്മവിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന എബ്രായ ലേഖകൻ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ഉന്നതവും ഉത്കൃഷ്ടവുമായ കാര്യങ്ങളെ ചർച്ച ചെയ്തു വരുന്ന ആ കൂട്ടത്തിൽ ദൈവമക്കളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തി തുടർന്ന് പറയുവാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കത്തക്കവണ്ണം അവരുടെ മനസ്സിനെ സജ്ജമാക്കുവാൻ വേണ്ടി പറയുന്ന ഒരാത്മീക പ്രബോധനമായിട്ടാണ് ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. പരിജ്ഞാന പൂർത്തിക്കായി വളരുവാൻ ശ്രമിപ്പീൻ എന്ന് ഈ അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകൾ പറയുന്നു. ആ പരിജ്ഞാന പൂർത്തിക്കായി വളരുവാൻ ശ്രമിക്കുന്ന ഉത്സാഹഭരിതരായി തീരേണ്ട ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില ആത്മീക മർമ്മങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സഭാപരമായ സമൂഹപരമായ നമ്മുടെ ജീവിതത്തിൽ അനവധി വ്യക്തികളുമായി കുടുംബങ്ങളുമായി ഒക്കെ ഇടകലർന്ന് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ സമൂഹത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ ബന്ധങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുവാനിടയായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുകയും മറ്റുള്ളവർ നമുക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന പങ്കുവയ്ക്കലിൻ്റെ ഒരു തലങ്ങളെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇവിടെ എബ്രായ വിശ്വാസികൾ അല്ലെങ്കിൽ ഈ ലേഖനത്തിൻ്റെ അനുവാചകരായിട്ടുള്ള വ്യക്തികൾ അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അവരെ സകവിശുദ്ധന്മാർക്ക് വളരെ നന്മ ചെയ്തവരാണ് അവർ. അത് ഈ ലേഖനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല നന്മകൾ അവർ ചെയ്തവരാണ്. സകവിശുദ്ധന്മാരെന്നാ പറഞ്ഞ് വിശുദ്ധന്മാർ ഒരേ കർത്താവിനാൽ വിളിച്ച് ഒരേ രക്തത്താൽ ശുദ്ധീകരിച്ച് ഒരേ സഭയുടെ അംഗങ്ങളായി തീർന്ന ദൈവമക്കൾ അന്യോന്യം അഭിസംബോധന ചെയ്യുമ്പോൾ സകവിശുദ്ധന്മാരെന്നാണ് പറയുന്നത്. അങ്ങനെ സകവിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് ശുശ്രൂഷകന്മാർക്ക് നന്മകൾ ചെയ്യുന്നതിൽ വളരെ താല്പര്യമുള്ളവരായിരുന്നു എബ്രായ വിശ്വാസികളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് 10ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും
വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. കണ്ടോ, അവര് സകവിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീക ജീവിത നിലനിൽപ്പിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം കൊടുക്കുന്ന വചനങ്ങൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ലഭിച്ച നന്മകളിൽ നിന്ന്, ഭൗതിക നന്മകളിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ വിശ്വാസ ജീവിതത്തിൽ നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്, ഉത്സാഹിച്ചവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ത്രിവിധ ഘടകങ്ങളോടുകൂടിയാണ് സൃഷ്ടിച്ചത്. മനുഷ്യന് ആത്മാവുണ്ട്, മനുഷ്യന് പ്രാണനുണ്ട്, മനുഷ്യന് ശരീരമുണ്ട്. ദൈവം ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ദൈവമല്ല, മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും ധരിക്കാനും മനുഷ്യന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഈ ലോകത്തിൽ ദൈവം ഒരുക്കിയതിനു ശേഷമുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആമേൻ. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ആത്മീക വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി വചനവും ആത്മീക അനുഗ്രഹങ്ങളും ദൈവം പ്രദാനം ചെയ്യും. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ത്രിവിധമായ ഘടകങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യമുണ്ട് എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ. ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ദൈവമായിട്ടല്ല വേദപുസ്തകത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് ആത്മാവിനെ കുറിച്ചും പ്രാണനെ കുറിച്ചും ശരീരത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കണം. ഓരോ ഘടകങ്ങൾക്കും ആവശ്യമായതെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ്, അതെല്ലാം ആവശ്യമായത് ദാനം ചെയ്യുന്ന ഒരു ദാതാവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കും ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരുടെ സകവിശുദ്ധന്മാരുടെ ആത്മാവിനെ കുറിച്ച് കൺസേൺ ഉള്ളവരായിരിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മാവിനെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിന് വേണ്ട നന്മകളും കൂടെ നമ്മുടെ ഉള്ള അവസ്ഥയിൽ നിന്ന് പങ്കുവയ്ക്കുന്നവരായി മാറണം എന്ന തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാപ്തിക്കനുസരിച്ചും പ്രാപ്തിക്ക് മീതെ എന്ന പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അങ്ങനെ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരാണ് എബ്രായ വിശ്വാസികൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ശുശ്രൂഷിക്കുന്നത് മനുഷ്യരിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാൻ വേണ്ടിയല്ല. ആരെ ശുശ്രൂഷിക്കുന്നോ അവരിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാനുമല്ല, മറിച്ച് ദൈവമക്കൾ ആർക്കെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയുടെ പ്രതിഫലം നൽകുന്നത് ദൈവം തന്നെയാണ്. കാരണം ദൈവനാമ മഹത്വത്തിനാണ് മറ്റുള്ളവർക്ക് നാം ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ദൈവനാമ മഹത്വത്തിനായി മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയുടെ പ്രതിഫലം നൽകുന്നത് നമ്മളിൽ നിന്ന് ശുശ്രൂഷ ഏൽക്കുന്നവരല്ല, മറിച്ച് ദൈവമാണ് എന്നുള്ള ബോധ്യത, ആ വെളിപ്പാട് ദൈവമക്കൾക്ക് ഉണ്ടാകണം. സ്തോത്രം. എബ്രായ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി ഉണർത്തുമ്പോൾ ഇവിടെ പറയുന്നത്, ഒന്നാമത് പറയുന്ന വിഷയം നിങ്ങളുടെ പ്രവൃത്തി എന്നാണ്. അപ്പോൾ അവരുടെ പ്രവൃത്തി, അവരുടെ ശുശ്രൂഷ, ഒരുപക്ഷെ അവരിൽ നിന്ന് പ്രാപിച്ചവര് വിസ്മരിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവർ അത് കൊടുക്കേണ്ട ബഹുമാനം അർഹതയും കൊടുത്തിട്ടുണ്ടാകില്ല. സ്തോത്രം. അതിൽ ഒരുപക്ഷെ ആത്മീക ജീവിതത്തിന്റെ പക്വതയിൽ പ്രവേശിക്കാത്ത വിശ്വാസികളിലെങ്കിലും ഹൃദയത്തിന്റെ അകത്ത് ഒരു വേദന ഉളവായിട്ടുണ്ടാകാം. ഹല്ലേലൂയ. ഞാൻ ചെയ്ത പ്രവൃത്തികളെ ആരും കണ്ടില്ലല്ലോ, ആരും ഓർത്തില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കാണും. മനുഷ്യരെന്നുള്ള നിലയിൽ സ്വാഭാവികമാണതൊക്കെ. എന്നാൽ
ആ വിഷയം ഓർമ്മപ്പെടുത്തി അവരെ ഒന്ന് ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രവൃത്തി മറ്റാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇനി അനുഭവിച്ചവർ പോലും നിങ്ങളുടെ പ്രവൃത്തിക്ക് വില കൽപ്പിച്ചിട്ടില്ലെങ്കിലും, സ്തോത്രം, നിങ്ങളുടെ പ്രവൃത്തിയെ കാണുന്ന അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വെളിപ്പാടാണ്. സ്തോത്രം. അത് നമുക്ക് ആശ്വാസം നൽകുന്ന, ധൈര്യം നൽകുന്ന, വീണ്ടും കർമ്മനിരതരായി ദൈവികമായ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് ഗമിക്കുവാൻ പ്രചോദനമായി തീരുന്ന ആത്മീക ചിന്തയാണ് എന്ന് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ, ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും, നിങ്ങളുടെ പ്രവൃത്തികളാൽ നന്മ ആസ്വദിക്കുന്നവർ അതിനെ വില കൽപ്പിച്ചില്ലെങ്കിൽ പോലും, സ്തോത്രം, ഒരു കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം. ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഹി ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. കർത്താവ് യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറ്റമില്ലാത്തവൻ. ഹല്ലേലൂയ. ആ കർത്താവ് നിങ്ങളെ കാണുന്നു, കർത്താവ് നിങ്ങളെ അറിയുന്നു എന്നുള്ള ബോധ്യത ഇന്ന് പകലുണ്ടാകണം. ഇവിടെ പറയുന്ന വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും എന്ന് പറഞ്ഞ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ, ദൈവസഭയുടെ അംഗമായി തീർന്ന നാൾ മുതൽ, നിങ്ങൾ സകവിശുദ്ധന്മാർക്ക് വേണ്ടി, നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരമേൽപ്പിച്ച അഭിഷക്ത ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ ചെയ്ത സകല ശുശ്രൂഷകളെയും ദൈവം ഓർക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സ്തോത്രം. അടുത്ത പറയുകയാണ്, ശുശ്രൂഷിക്കുന്നതിനാലും. പിന്നലകളിൽ ശുശ്രൂഷിച്ചു, അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നവരല്ല. ഇവരുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും ശുശ്രൂഷിച്ചു, പക്ഷേ അവരെ ഉള്ളത്തിൽ ഉണ്ടായ പ്രയാസങ്ങളും അവരനുഭവിച്ച തിക്താനുഭവങ്ങളും ഒക്കെ നിമിത്തം അവരുടെ ശുശ്രൂഷയിൽ മന്ദതയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് നടുവിൽ ചിലര് ശുശ്രൂഷിച്ചതുകൊണ്ട് അവസാനിപ്പിച്ചില്ല, അവരെ ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ എടുത്തു പറയുന്നു, സ്തോത്രം. അടുത്തു പറയാണ്, നിങ്ങൾ ദൈവത്തോട് കാണിച്ച സ്നേഹം. അപ്പോൾ ഈ എല്ലാ പ്രവൃത്തികളും, സകവിശുദ്ധന്മാർക്ക് വേണ്ടി ചെയ്ത എല്ലാ ശുശ്രൂഷകളും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ചെയ്തതാണ്. അതാണ് എന്റെ വിഷയം. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ചെയ്തതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നിരവധി മിഷണറിമാർ കുഷ്ഠരോഗികളെ പോയി ശുശ്രൂഷിച്ച് അവരെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കാനിടയായി. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ, മാനസിക രോഗികൾ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട, ആകെ സ്തോത്രം, വിവിധ പാപത്തിന്റെ തുറകളിൽ ഒക്കെ ജീവിച്ചവരെ, പല നിലകളിൽ അറക്കുന്ന രോഗങ്ങളുള്ളവരെ ഒക്കെ പോയി ശുശ്രൂഷിച്ചു. സ്തോത്രം. ഈ വെസ്റ്റ് കൊച്ചിയിൽ നിന്ന്, സ്തോത്രം, ലാറ്റിൻ അമേരിക്കൻ പ്രദേശത്ത് കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്ത, അവിടെ വെച്ച് രക്തസാക്ഷിയായി മരിച്ചുവെന്ന് നാം കരുതുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ സഞ്ജി പള്ളുരുത്തിയെ ഞാൻ ഓർക്കുകയാണ്. സ്തോത്രം. എയ്ഡ്സ് രോഗികളായ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി താൻ കടന്നുപോയി. സ്തോത്രം. വളരെ ശ്രേഷ്ഠമായ, സ്തുത്യർഹമായ ശുശ്രൂഷ. അങ്ങനെ എത്രയോ ക്രൈസ്തവ നഭോമണ്ഡലത്തിൽ എത്രയോ ഭക്തന്മാർ, അവരിതെല്ലാം ചെയ്തത് കർത്താവിനോടുള്ള സ്നേഹമാണ്, നിമിത്തമാണ്. ആ കർത്താവിനെ സ്നേഹിക്കാൻ കാരണം കർത്താവ് സ്നേഹിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. കാരണം ഞാനല്ല എൻ്റെ കർത്താവിനെ ആദ്യം സ്നേഹിച്ചത്, ഞാൻ എൻ്റെ കർത്താവിനെ അറിയാതെ എൻ്റെ വഴികളിൽ സഞ്ചരിച്ചവനാണ്. എന്നാൽ കർത്താവ് എന്നെ ആദ്യം സ്നേഹിച്ചു, തൻ്റെ ജീവൻ നൽകി, ശരീരം നൽകി, രക്തം നൽകി. അതിനാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും.
ആ കർത്താവിനോടുള്ള സ്നേഹം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അതിലൂടെ എൻ്റെ കർത്താവിനോട് കാണിച്ച ആ സ്നേഹത്തെ വചനം പറയുന്നു, സ്തോത്രം, മറന്നു കളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ചെയ്ത നന്മ പ്രവൃത്തികൾ, മറ്റുള്ളവരെ ശുശ്രൂഷിച്ചത്, ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം ഒരിക്കലും മറന്നു കളയുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഉദ്ധരിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മറക്കാൻ പറ്റില്ലല്ലോ ദൈവത്തെ. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവവചനം എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. ആമേൻ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. സഹോദര പ്രീതി തുടർന്ന് നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ ഉണ്ടോ, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. ആമേൻ. ദൈവത്തിന്റെ മക്കളെ, സകവിശുദ്ധന്മാരായ പലർ മാരക രോഗങ്ങളിലൂടെ പോകുന്നുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ പോകുന്നുണ്ട്, പലവിധമായ ഘട്ടങ്ങളിലൂടെ പോകുന്നവരുണ്ട്. ആമേൻ. സകവിശുദ്ധന്മാരങ്ങനെ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ വിധിച്ചു തള്ളരുത്, കുറ്റം പറയരുത്. അവർക്ക് അങ്ങനെ സംഭവിച്ചത് ഇന്ന കുഴപ്പമാണെന്ന് പറഞ്ഞ് നീ മുന്നോട്ട് പോകരുത്. വിധിക്കുന്ന വിധിയാൽ നിനക്കും വിധിക്കപ്പെടും. അങ്ങനെ ഒന്നും പറയരുത്. ദൈവം തിടുക്കത്തോടൊന്നും പറയരുത്. മറിച്ച് ഘട്ടങ്ങളിലൂടെ പോകുന്നവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ആശ്വസിപ്പിക്കണം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, സ്തോത്രം ചെയ്തോളൂ. ഒരു സഹവിശ്വാസി രോഗത്തിലൂടെ പോകുമ്പോൾ കുറ്റം പറഞ്ഞ് പടിചാരി അവഗണിച്ച് പോകാനല്ല, കാണാത്തവരെ പോലെ പോകാനല്ല. ആ വിശ്വാസിയുടെ അടുക്കൽ ചെന്ന് അവരെ വചനം കൊണ്ട് ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട സാമ്പത്തിക കൂട്ടായ്മ നൽകി അവരെ വിശ്വാസ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കണം. പൗലോസ്ലീഹ ആമേൻ സ്തോത്രം ആ ജയിലറോട് പറഞ്ഞതുപോലെ, കാരാഗൃഹ പ്രമാണിയോട് പറഞ്ഞ പോലെ, നീ നിനക്ക് തന്നെ ഒരു ദോഷം ചെയ്യരുത്, ഞങ്ങൾ ഇവിടെയുണ്ട്. ഘട്ടങ്ങളിലൂടെ പോകുന്ന ദൈവമക്കളോട് പറയണം, നിങ്ങൾ ഭാരപ്പെടരുത്, ദൈവം കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ കഴിയുന്ന പ്രോത്സാഹനങ്ങൾ തരും. അതുകൊണ്ട് ധൈര്യപ്പെട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞ സഹവിശ്വാസികളെ നിങ്ങൾ ധൈര്യപ്പെടുത്തണം. ദൈവമക്കളെ, സ്തോത്രം. നിങ്ങളവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുക. കാരണം ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ടാകും. നിനക്കറിയാമോ നാളെ എന്ത് സംഭവിക്കുന്നു? നിനക്ക് രോഗം വരാം. ഇന്ന് നിനക്ക് സാമ്പത്തികം ഉണ്ടാകും, പക്ഷെ സാമ്പത്തികത്തിന്റെ അടിത്തറ തകർന്നു പോകില്ല എന്ന് പറയാൻ പറ്റുമോ? സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളും ശരീരത്തിൽ വസിക്കുന്നവരാ കേട്ടോ, മർത്യ ശരീരത്തിലാ. രോഗവും ദുഃഖവും ഘട്ടവും ക്ലേശവും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ശരീരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നീ മറ്റുള്ളവരെ ഇവിടെ കൺസേൺ ഇല്ലെങ്കിൽ, കുഞ്ഞെ, നീ തണുപ്പിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നീ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ തണുപ്പ് കിട്ടില്ല കേട്ടോ. നീ ആശ്വസിപ്പിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ആശ്വാസം ലഭിക്കില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാന് ദുഃഖത്തോടെ പറയാം, ഹല്ലേലൂയ, സ്തോത്ര, പല വിശ്വാസികളും ശുശ്രൂഷകന്മാര് താമസിക്കുന്ന വീട്ടിൽ പോലും ഒന്ന് കടന്നു പോയിട്ടില്ലാത്തവരുണ്ട്. ഹല്ലേലൂയ. അഭിഷക്ത ദൈവദാസന്മാരോടുള്ള സ്നേഹവും ബഹുമാനം കാണിക്കാത്തവരുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പിന്നെ കൂട്ടുവിശ്വാസിയോട് കാണിക്കൂ. സ്വാർത്ഥത കൊണ്ട് നിറയരുത് നീ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ആരോഗ്യമുണ്ടാകാം, നിനക്ക് പണമുണ്ടാകാം, സൗകര്യമുണ്ടാകാം. പക്ഷേ ഇവിടെ പറയുന്ന വാക്ക് നീ ശ്രദ്ധിക്കണം. നാളെ നീയും ഘട്ടങ്ങൾ വരുമ്പോൾ
നീ ദുഃഖിക്കേണ്ടി വരും, ഭാരപ്പെടേണ്ടി വരും. കാരണം നിന്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് മറ്റുള്ളവരെ അടക്കില്ല. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവരോട് കൺസേൺ ഉള്ളവരായി ജീവിക്കുവാനായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വേഗത്തിൽ ഞാൻ കടന്നു പോകുന്നു. 11-ാമത്തെ വാക്യത്തിൽ പറയുക, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരേപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യാശയുടെ പൂർണ്ണ സ്തോത്രം നിശ്ചയം പ്രാപിപ്പാൻ. ആമേൻ. ഈ 3 വാക്യങ്ങളിൽ നിങ്ങൾക്ക് 3 പദങ്ങൾ കാണാം. 1 വിശ്വാസം, 2 സ്നേഹം, 3 പ്രത്യാശ. ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യങ്ങളായി ദൈവവചനം പഠിപ്പിക്കുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. ഇതിലേറ്റവും വലുതോ സ്നേഹമാകും. സ്തോത്രം എന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങൾ പ്രത്യാശയിൽ വളരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമി വിട്ട് പോകേണ്ടവരാണെന്നും ഇവിടെ താൽക്കാലിക വാസമാണെന്നും ഒരിക്കൽ ഈ ശരീരം വിട്ട് ഈ ഭൂമി വിട്ട് ഒക്കെ സഞ്ചരിക്കേണ്ടവരാണെന്നും അവൻ കർത്താവിന്റെ അടുക്കൽ ചെല്ലേണ്ടവരാണ് എന്നുള്ള ബോധ്യത നിങ്ങൾക്കുണ്ടാകണം. സ്തോത്രം. അതുകൊണ്ട് താൽക്കാലികമായ ഒരു വാസമാണ് ഈ ഭൂമിയിലെ. ഈ താൽക്കാലികമായ വാസത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ നിമിത്തം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. വളരെ താഴ്മയുള്ളവരായിട്ട് മാറണം. നിങ്ങളുടെ വാക്കോ പ്രവൃത്തി ആരെങ്കിലും ഹർട്ട് ചെയ്തെന്ന് അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അവരോട് മാപ്പ് പറയണം. അതാണ് വചനം പഠിപ്പിക്കുന്നത്. അല്ലാതെ നിന്നെ തന്നെ ന്യായീകരിക്കണം. എൻ്റെ വാക്ക് പെർഫെക്റ്റ് ആയിരുന്നു, ഞാൻ വളരെ പ്യുവറായിട്ടാണ് സംസാരിച്ചത്. സ്തോത്രം. എൻ്റെ ഇന്റൻഷൻ പ്യുവറായിരുന്നു ഒന്നും പറഞ്ഞാൽ ബലം പിടിച്ചുകൊണ്ടിരിക്കരുത്. താഴ്മയുള്ളവരായി മാറണം. നിങ്ങളുടെ ഒരു വാക്ക് സ്തോത്രം മറ്റുള്ളവരെ പണിതെടുക്കും. ഇങ്ങനെ ഹമ്പിളായി ദൈവമാകെ ജീവിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. ആ കാര്യം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞോണം ദൈവത്തിന്റെ മക്കൾ. സ്തോത്രം. ഈ വചനം പഠിപ്പിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവ് തിരുത്തുകയാണ്. എന്നെ തിരുത്തുകയാണ്, എൻ്റെ ഭാര്യയെ തിരുത്തുകയാണ്, കുഞ്ഞുങ്ങളെ തിരുത്തുകയാണ്, സഭയിലുള്ള ദൈവമക്കളെ തിരുത്തുകയാണ്, കേൾക്കുന്നവരെ തിരുത്തുകയാണ്. എന്താ കാരണം? സ്തോത്രം. നിങ്ങൾ തിരുത്തപ്പെടേണ്ടവരാണ്, ക്രമീകരിക്കപ്പെടേണ്ടവരാണ്, ക്രിസ്തുവിൽ വളരേണ്ടവരാണ്. സ്തോത്രം. ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് ശ്രദ്ധിക്കുക. അവിടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്സാഹം ഉള്ളവരായിരിക്കണം, മടുക്കരുത്. മറ്റുള്ളവരൊക്കെ നന്മ ചെയ്യുന്നത് ശുശ്രൂഷിക്കുന്ന മടുക്കരുത്. അതിനൊരു ഉത്സാഹം, താല്പര്യം, തുടർമാനത എപ്പോഴും നിങ്ങൾക്കുണ്ടാകണം എന്ന് പറയുന്നു. അത് എപ്പോൾ വരെ ചെയ്യണം? അവസാനത്തോളം എന്നാണ്. അവസാനത്തോളം എന്ന് പറഞ്ഞ കർത്താവിന്റെ വരവോളം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ. സ്തോത്രം. നിങ്ങൾ ഒരേപോലെ ഉത്സാഹമുള്ളവരായിട്ട് മാറണം. തബിതയെ കുറിച്ച് പറയുന്നത്, അവൾ ജീവനോടെ ഇരുന്നപ്പോൾ അവളെപ്പോഴും അവൾക്ക് ഭക്ഷിക്കുന്ന കാര്യമോ അവൾക്ക് പാനം ചെയ്യുന്ന കാര്യമോ അവൾക്ക് ധരിക്കുന്ന കാര്യമോ അല്ല അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവളെപ്പോഴും അവളുടെ കൈകൊണ്ട് വസ്ത്രം തുന്നുന്നത് അവൾക്ക് ധരിക്കാനല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ നമുക്കുണ്ടാകണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളുടെ വേദനകളിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഹൃദയത്തിൽ ഒരു അടിസ്ഥാനപരമായ താല്പര്യം ഉണ്ടാകും. ചിലവർ പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുക്കാനില്ലെന്നാണ്. പക്ഷെ നീ ഒന്ന് ശ്രദ്ധിച്ച്, ഈ 6 മാസം ദൈവം നിന്നെ എത്ര ശ്രദ്ധമായിട്ട് നടത്തി. നീ ഭക്ഷിച്ചില്ലേ, പാനം ചെയ്തില്ലേ, ധരിച്ചില്ലേ, പാർത്തില്ലേ, എല്ലാം ചെയ്തു. പക്ഷെ നീ എത്ര പേർക്ക് കൊടുത്തു, എത്ര പേരെ സഹായിച്ചു എന്ന് മനസാക്ഷിയിൽ ഒന്ന് തുറന്നാലും മറ്റുള്ളവർക്ക് കൊടുക്കണം, സഹായിക്കണം എന്നൊരു ചിന്തയെങ്കിലും വന്നിട്ടുണ്ടോ? ഉള്ളില് ഒരു താല്പര്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് മമ്മട്ടിയെ പോലെ ഇങ്ങോട്ട് തരണം, ഇങ്ങോട്ട് തരണം, ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. സ്തോത്രം. അമ്മേ മറ്റുള്ളവർക്ക് കൊടുക്കത്തക്കണം. 2 ഉപകരണങ്ങളാണ്. ഒന്ന് മമ്മട്ടി, ഇങ്ങോട്ട് കിട്ടണം. ഷവലെപ്പോഴും അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്നാണ്. കൊടുക്കുന്നത് നല്ലത്. ഇങ്ങനെ താല്പര്യപ്പെടണം, നിർബന്ധത്താലല്ല. സ്തോത്രം. ദുഃഖത്തോടെയല്ല,
സന്തോഷത്തോടെ, സങ്കടത്തോടെ അല്ല, സന്തോഷം. അപ്പോൾ ഇത് എവിടം വരെ ചെയ്യണമെന്നാ പറയുന്നത്? ഇന്നലകളിൽ ചെയ്തു എന്നാ നിർത്തിയേക്കാന്ന് പറയരുത്. മരണം വരെ, അവസാനം വരെ ഇത് നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കണം. ഒരേപോലെ ഉന്മേഷമുള്ളവരായി മാറണം എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ സ്തോത്രം, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, 12-ാം വാക്യം പറയാം, മന്ദത വരരുത്. ഹല്ലേലൂയ. ഉത്സാഹമുള്ളവരാകണം. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നീ മന്ദിച്ചു പോകരുത്. നിന്നിൽ പകരപ്പെട്ട കൃപ ജ്വലിപ്പിക്കാതെ ആയി പോകരുത്. സ്തോത്രം. ആമേൻ. നെഗറ്റീവായിട്ടുള്ള വിഷയം ഭൂമിയിൽ ഉണ്ടാകും, യാതൊരു സംശയമില്ല. പക്ഷെ നീ ഒരേപോലെ ഉത്സാഹമുള്ളതാകണം, മന്ദതയുള്ളവരായി തീരാനായിട്ട് പാടില്ല. അടുത്ത പറയാണ്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്, വിശ്വാസവും ദീർഘക്ഷമയും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. സ്തോത്രം. ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്. വിശ്വാസത്താലും ദീർഘക്ഷമയാലും നിങ്ങൾ എന്ത് ചെയ്യണം? വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ആമേൻ. വാഗ്ദത്തത്തെ പ്രാപിച്ചെടുക്കണമെന്ന്, അവകാശം പ്രാപിച്ച വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കണം. അത് പ്രാപിച്ചെടുക്കേണ്ട കാര്യമാണ്. ലലു ഉദാഹരണമായിട്ട് പറഞ്ഞ് ജോശുവയോട് പറയാണ്, പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞാൻ ഈ ദേശം നിനക്ക് നൽകിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൻ ടു യു എന്നാണ്, നിനക്ക് നൽകിയിരിക്കുന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യോർദാനുണ്ട്, അതിനക്കരെ കടക്കണം, ഇതെല്ലാം പ്രാപിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങൾ വീണ്ടും ജനം പ്രാപിച്ച, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മക്കൾക്കുള്ളതാണ്. ഈ വാഗ്ദത്തങ്ങളെ വിശ്വാസത്താലും സഹിഷ്ണുതയാലും നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ആമേൻ. ഇത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ആത്മീക മർമ്മമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസ വീരന്മാരെല്ലാം അങ്ങനെ പ്രാപിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് അനുകാരികളാകും എന്നുള്ള വിഷയം പഠിപ്പിക്കുന്നത്. 10-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഉപദേശമുണ്ട്. ഇബ്രായ ലേഖനം 10:36. ദൈവ ഇഷ്ടം ചെയ്ത വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ഉണ്ടോ? അപ്പോൾ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിരിക്കുന്നവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം. എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്? ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവ ഇഷ്ടം ചെയ്ത്, വിശ്വാസത്താലും സഹിഷ്ണുതയാലും ദൈവ ഇഷ്ടം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി വാഗ്ദത്തങ്ങളെ പ്രാപിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവഹിതത്തിൽ നിന്ന് മാറരുത്, ദൈവ ഇഷ്ടത്തിൽ നിന്ന് മാറരുത്. നന്മ ചെയ്യുന്നതിൽ മടുക്കരുത്, ശുശ്രൂഷിക്കുന്നതിൽ മടുക്കരുത്. സ്തോത്രം. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മടുക്കരുത്. അങ്ങനെ നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്ത്, സ്തോത്രം, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരായി മാറണം എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നാണ് ഈ വാഗ്ദത്തത്തിന്റെ പൂർണ്ണത എന്നുള്ളത് വചനം പഠിപ്പിക്കുകയാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. എന്തിനാണ് വരുവാനുള്ളവൻ വരുന്നത്? ഈ ഭൂമിയിൽ ദൈവനാമ മഹത്വത്തിനായി, ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് ചെയ്ത സകല പ്രവൃത്തികൾക്കും ഈ ഭൂമിയിലും നിത്യതയിലും പ്രതിഫലമുണ്ട് കേട്ടോ. സ്തോത്രം. ഈ ഭൂമിയിൽ ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഈ ഭൂമിയിലും അതിന്റെ ഭാഗികമായ നന്മകളൊക്കെ നിങ്ങൾ പ്രാപിക്കും. എന്നാൽ അപ്പോൾ തന്നെ അതിന്റെ പൂർണ്ണത പ്രാപിക്കുന്നത് നിത്യതയിലാണ്, കർത്താവിന്റെ കയ്യിൽ നിന്നാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് പ്രാപിക്കാൻ തക്കവണ്ണം ഉത്സാഹമുള്ളവരായി, കർമ്മനിരതരായി, ശുഷ്കാന്തിയുള്ളവരായി, ഓ ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ഓടുവാനായി കർത്താവിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
നിശ്ചയമായി പ്രതിഫലം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത വാക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതിന് 38-ാമത്തെ വാക്യം, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ, my righteous one shall live by faith. My righteous shall live by faith. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്തിലുള്ള വിശ്വാസമാണ്? ദൈവത്തിലുള്ള വിശ്വാസം. എന്തിലുള്ള വിശ്വാസമാണ്? ദൈവവാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിലും തൻ്റെ വാഗ്ദത്തങ്ങളിലുമുള്ള വിശ്വാസത്താൽ ദൈവത്തിന് മനുഷ്യൻ ജീവിക്കും. ആമേൻ. വിശ്വാസത്താൽ ജീവിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ആമേൻ നിന്നു പോകാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. വിശ്വാസത്താൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? ചലിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനത്തിൽ പറയുന്നത്, സ്തോത്രം, വിശ്വാസത്താൽ ജീവിക്കുന്ന, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, ദൈവശക്തി പ്രാപിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ തളരത്തില്ലെന്നാണ്, അവൻ ക്ഷീണിക്കത്തില്ലെന്നാണ്. അവനെപ്പോഴും കർമ്മനിരതനായിക്കൊണ്ടിരിക്കും, അവൻ ചലിച്ചുകൊണ്ടിരിക്കും. അവൻ തളരാതെ അവൻ ഓടും, ക്ഷീണിക്കാതെ അവൻ നടക്കും, അവൻ കഴുകനെ പോലെ പറക്കുമെന്നാണ്. എപ്പോഴും അവൻ ചലിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ദൈവഹിതപ്രകാരം ചലിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള ജീവിതം നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത് സ്തോത്രം ദൈവത്തിനു വേണ്ടി ജീവിക്കാനാണ്, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാനാണ്, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ചിലത് ചെയ്യാനാണ്. ഈ ഒരു വലിയ ബോധ്യത നിങ്ങളെപ്പോഴും ഭരിക്കും. സ്തോത്രം. അങ്ങനെ വിശ്വാസത്താൽ ചലിക്കുന്ന മനുഷ്യന് വേണ്ടി, ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? വിശ്വാസത്താൽ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി അവൻ സ്തോത്രം ധാരാളം ഔദാര്യം കാണിക്കേണ്ടതിന് ദൈവം അവർക്ക് വിത്ത് നൽകും. അവൻ മറ്റുള്ളവർക്ക് ചില നന്മകൾ ചെയ്യാനുള്ളത് നിന്റെ കരങ്ങളിൽ ദൈവം ഫലമേൽപ്പിക്കും. ഹല്ലേലൂയ. അതാണ് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലതൊക്കെ നിങ്ങളുടെ കരങ്ങളിൽ ദൈവം ഫലമേൽപ്പിക്കും കേട്ടോ. സ്തോത്രം. വചനം വളരെ സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം അത് സംബന്ധമായ ഒരു വാക്യം നിങ്ങൾക്ക് കാണാം. 2 കൊരിന്ത്യർ 9:11 ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിനും സമ്പന്നന്മാരാകും. ആമേൻ. എന്തിനു വേണ്ടി? സ്തോത്രം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകത്തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആത്മീകമായി നിങ്ങളെ സമ്പന്നരാക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന ചിലത് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്നാണ്. ഏത്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റ് വിശുദ്ധന്മാർക്ക് നന്മ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? പ്രധാനമായിട്ട് അവരിൽ നിന്ന് 3 കാര്യങ്ങൾ പുറത്തു വരും. ഒന്ന്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. അതാ ഈ വചനം പറയുന്നത്. അവൻ സ്തോത്രം. നിങ്ങളിത് വായിക്കണം കേട്ടോ. അവ 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം നിങ്ങൾ വായിക്കണം. വിശേഷാൽ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. വീട്ടിൽ വെച്ച് നിങ്ങൾ സമയമെടുത്ത് ഉച്ച കഴിയുമ്പോഴൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അവിടെ പറഞ്ഞു, ഒന്ന്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. കാരണം ഒരാൾ വളരെ ഞെരുക്കത്തിലിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ആത്മപ്രേരണയാലോ അവരുടെ വിഷയം അറിഞ്ഞിട്ടോ നിങ്ങൾ അവിടെ ചെല്ലുന്നു. അങ്ങനെ ചെന്ന് ഒരു നന്മ ചെയ്യുമ്പോൾ അവരുടൻ തന്നെ പറയും, ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. അപ്പൊ നിങ്ങളുടെ ഒരു സൽക്കർമ്മം മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമാണ്. അമ്മേ, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കുഞ്ഞ് സ്തോത്രം. നിന്റെ ഒരു പ്രവൃത്തിയാൽ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച്. 2-ാമത്തെ വിഷയം, അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവേ അങ്ങയ്ക്ക് നന്ദിയപ്പാ എന്ന് പറയും. സ്തോത്രം. എന്താ കാരണം? ഓ, എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ കേൾക്കുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ ദൈവമക്കൾ അറിയാതെ കണ്ണുനീരോടെ, ആനന്ദ കണ്ണുനീരോടെ
അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ അവർ ചെയ്യും. കർത്താവേ, ആ സഹോദരനെ അനുഗ്രഹിക്കണേ, ആ സഹോദരിയെ അനുഗ്രഹിക്കണേ. അവരെ മുഖാന്തരമാണല്ലോ എനിക്ക് ഈ നന്മ ലഭിച്ചത്. അവർക്ക് വീണ്ടും ആയുസ് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ, അവർക്ക് വേണ്ട നന്മ കൊടുക്കണേ. ആത്മീയമായി അവരെ വളർത്തണേ. ഹല്ലേലൂയ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ, അനേക വിശുദ്ധന്മാരെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ കുഞ്ഞെ? അനേക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാ നീ നന്മ ചെയ്യുമ്പോൾ നിനക്ക് ലഭിക്കുന്നത്. അത് നിനക്കും നിന്റെ തലമുറകൾക്കും അനുഗ്രഹമായിട്ട് മാറും. സ്തോത്രം. യാതൊരു സംശയക്കാര്യത്തില്ല. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വചനം വായിക്കണം, വായിച്ച് ധ്യാനിക്കണം, അത് ഗ്രഹിക്കണം. ഇന്ന് പൽക്കാല ആത്മാവ് ഇടപെടുമ്പോൾ ഒന്ന് സ്വയശോധന ചെയ്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം കുഞ്ഞെ. അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീരുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ വേദപുസ്തകത്തിൽ അനേക വിശുദ്ധന്മാരെ പഠിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസിനെ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഉള്ളിൽ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചൊരു കൺസേൺ, ഒരു ചിന്ത, ഒരു ആത്മഭാരം, ഒരു വേദന അവരെ ഉള്ളത്തിൽ കാണാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക സ്നേഹിതനായ പ്രിയ തങ്കച്ചായൻ, ഞാൻ ഓസ്ട്രേലിയയിലാണല്ലോ. എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും. പല ദൈവദാസന്മാരെ പല ദേശങ്ങളെ ഉദ്ധരിച്ച്. സ്തോത്രം. അനേക സ്ഥലങ്ങളിൽ ദൈവമക്കൾ കഷ്ടത, പ്രയാസം അനുഭവിക്കും. ഞങ്ങൾ അലാവോളമുള്ള പ്രോത്സാഹനങ്ങൾ ഒക്കെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്തായി പറയുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ മക്കളെല്ലാം ഈ നിലയിൽ ക്രിസ്തുവിൽ വളരണം. മെച്യൂരിറ്റി ലെവലിലേക്ക് വളരണം, പക്വതയിലേക്ക് വളരണം. സ്തോത്രം. നിന്റെ ഞെരുക്കത്തെ, ഇല്ലായ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, സ്തോത്രം, നിന്റെ അടുക്കലേക്ക് വരാത്തവരെ, സഹായിക്കാത്തവരെ പടി പറഞ്ഞ് നിന്റെ ജീവിതം പാഴാക്കി കളയരുത്. മറിച്ച് നിന്നെ കുറിച്ചൊരു വലിയ ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിയുക. ആ പാലകന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും അന്ത്രയോസ് വന്ന് ചോദിച്ചപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ ഭക്ഷിക്കാൻ വേണ്ടി അമ്മ കൊടുത്തുവിട്ടതായിരിക്കും. പക്ഷെ അന്ത്രയോസ് പറഞ്ഞു, ഇത് നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് കൊടുക്കട്ടെ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുക. അന്ത്രയോസിനോട് പറഞ്ഞു, അങ്കിളെ കൊടുത്തു. അതങ്ങോട്ട് കൊടുത്തു. അത് കർത്താവിന്റെ കയ്യിലേക്ക് ചെന്നു. കർത്താവ് അതിനെ നുറുക്കി ബ്ലസ് ചെയ്ത് ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ, ഓ, ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള സന്തോഷം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേ. താൻ ഭക്ഷിക്കാൻ കൊണ്ടുവന്ന അപ്പമാണ് അവിടെ കൂടി വന്ന 5000-ത്തിലധികം വരുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഒരു 10-20,000-ത്തിലടുത്ത ആൾക്കാര് ഭക്ഷിക്കാനിടയായി തീരുന്നത് തനിക്ക് ഭക്ഷിക്കാൻ അമ്മ തന്നു വിട്ട ആ അപ്പവും ആ മീനുമാണ്. ഹല്ലേലൂയ. അന്ത്രയോസിന് എന്ത് സന്തോഷം ഉണ്ടായിക്കണം. കാരണം ആ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞത്, കർത്താവിന്റെ കയ്യിലേക്കൊന്ന് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. സ്തോത്രം. എത്ര സന്തോഷം. ഇനി ആ സ്തോത്രം ശിഷ്യന്മാരെ നോക്കി അവരെന്ത് ഉത്സാഹത്തോടുകൂടെ വിളമ്പി കൊടുക്കുന്നത്. ഇത് സന്തോഷമാണ്. സ്തോത്രം. ഇങ്ങനെ ഒരു സന്തോഷം നിനക്കുണ്ടാകും. അതിനാ ദൈവം നിന്നെ വിളിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പ്രതിഫലം നൽകുന്നവൻ നിശ്ചയമായി ജീവിക്കുന്നു. ഈ ഭൂമിയിൽ ചില നന്മകളൊക്കെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നിന്റെ സന്തതികൾ അതനുഭവിക്കുന്നത് നീ കാണും. അബ്രഹാം ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഇന്നും തലമുറകൾക്ക് നന്മയായി ഭവിക്കുന്നത് പോലെ ചിലതൊക്കെ നീ കാണും. യാതൊരു സംശയകാര്യത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആര് കണ്ടില്ലെങ്കിലും, ആര് കേട്ടില്ലെങ്കിലും, ആര് ഓർത്തില്ലെങ്കിലും, നിന്നെ കാണുന്ന, നിന്നെ ഓർക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി നന്മ ചെയ്യുന്നതിൽ, ശുശ്രൂഷിക്കുന്നതിൽ ഒരേപോലെ ഉത്സാഹമുള്ളവരായി, കർമ്മനിരതരായി, എന്തെങ്കിലും വന്നത് വന്നാൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ച്, ആരെങ്കിലും നന്ദിയില്ലായ്മ കാണിച്ച്, ആരെങ്കിലും അവഗണിച്ച്, ആരെങ്കിലും പരിഹസിച്ച് കടന്നുപോയാലും, സ്തോത്രം,
നീ വീണ്ടും ഉത്സാഹമുള്ള വ്യക്തിയായി. ഞാൻ ഇനിയും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും, ഇനിയും കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഇനി ഞാൻ മറ്റുള്ളവർക്ക്, ദൈവം എനിക്ക് കാണിച്ചു തരുന്ന വ്യക്തികൾക്ക്, എന്നെ പ്രേരിപ്പിക്കുന്ന വ്യക്തികൾക്ക്, ആവശ്യക്കാരനെ ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞ് നീ എഴുന്നേറ്റു വരണം. ഹല്ലേലൂയ. കുഞ്ഞേ, ഭയങ്കര ഉദ്ദേശമുണ്ട് നിന്നെ കുറിച്ച്. എക്സ്ട്രാ ഓർഡിനറി പർപ്പസ് ഉണ്ട്. അത് മനസ്സിലാക്കി ഒന്ന് എഴുന്നേറ്റു വരാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് മാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളടക്കാൻ പറ്റുമോ? ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കുമോ? ഹല്ലേലൂയ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമി മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമി മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കാ കരുതൂ അവൻ നല്ലയോ, കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും വിഷയം നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നെങ്കിൽ ദൈവസന്നിധിയിൽ താഴ്ത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞ അത്ഭുതങ്ങളുടെ ജീവിതമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് തിരുവെഴുത്തുകൾ പ്രാപിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ മക്കളെല്ലാം സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകൾ അവർക്ക് പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. ആ വചനങ്ങൾ അവർക്ക് അനുഗ്രഹമായി തീർത്ത സ്നേഹത്തിനായി നന്ദി. വചന ശുശ്രൂഷിപ്പാൻ എളിയവരെയും അങ്ങ് ബലപ്പെടുത്തിയതിനായി നന്ദി കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങൾ വചനപ്രകാരം എഴുന്നേറ്റു വരട്ടെ. ഉത്സാഹമുള്ളവരാകട്ടെ, ഉന്മേഷമുള്ളവരാകട്ടെ. അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി ചില നന്മകൾ അനേകർക്ക് ചെയ്യുന്നവരായി മാറട്ടെ. അതോടൊപ്പം അവർ അഭിമുഖിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ അങ്ങയുടെ അത്ഭുത കരം നീട്ടി നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങ് മാനിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം കൃപ പകരണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ചാട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൽ സന്തോഷിക്കുവാൻ, വചനത്തിൽ രസിക്കുവാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ധാരാളമായി ദൈവം നിങ്ങളെ മാനിക്കട്ടെ.